നിന്റെ വീട്ടുകാർക്കിടയിലും നിനക്കിടയിലും ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ അതൊരു കാരണമാണ്. സലാം പറഞ്ഞാലാണ് ഹുബ്ബുണ്ടാവുന്നത്, ഹുബ്ബുണ്ടായാലാണ് മൂമിനാകുന്നത്, മൂമിനായാലാണ് സ്വർഗ്ഗം കിട്ടുന്നത്. അതിന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തിരിക്കുന്നത് സ്വർഗ്ഗമാണ്. സലാം പറയുന്ന ആൾക്കാർക്ക് സ്വർഗ്ഗമുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിലേ സ്വർഗത്തിൽ കടക്കുള്ളൂ. പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടിയെങ്കിൽ മാത്രമേ നിങ്ങൾ മുഅ്മിനാവുള്ളൂ. അവല അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും. നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബത്തിനോട് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പറയാണ്, അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾ കാണുന്ന ആളുകളോടൊക്കെ സലാം പറയണം. അപ്പൊ സലാം പറഞ്ഞാലാണ് ഹുബ്ബുണ്ടാവുന്നത്, ഹുബ്ബുണ്ടായാലാണ് മൂമിനാകുന്നത്, മൂമിനായാലാണ് സ്വർഗം കിട്ടുന്നത്. ആകത്തുക സലാം ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്ന മറ്റൊരു നേട്ടം, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ പറ്റും. മാത്രമല്ല, ഇസ്ലാമില് ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല നന്മ ഏതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ ഒന്ന് ഭക്ഷണം കൊടുക്കുക. നേർച്ചക്കും മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അല്ലാത്തവർക്കൊക്കെ വേണ്ടി വെറുതെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക, അത് ഏറ്റവും നല്ലൊരു അമലാണ്. അതുപോലെ അറിയുന്ന ആൾക്കാരോടും അറിയാത്ത ആൾക്കാരോടും ഒക്കെ സലാം പറയാം. അറിയുന്ന ആൾക്കാരോടും അറിയാത്ത ആളുകളോടും സലാം പറയാം. അത് അയ്യുൽ ഇസ്ലാമി ഖൈറുൻ എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൊടുത്ത മറുപടിയാണ്. മറ്റൊരു ഹദീസിൽ ഇന്ന ഔലന്നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. സലാം കൊണ്ട് തുടങ്ങുന്ന ആളുകൾ, രണ്ടാം സലാം കൊണ്ടാണ് നീ മിണ്ടേണ്ടത് എന്ന് പറഞ്ഞല്ലോ. ആ സലാം കൊണ്ട് തുടങ്ങുന്ന ആളുകളാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകൾ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു നേട്ടം, നമ്മളിലുള്ള അഹങ്കാരം ഇല്ലാതായി. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ചെറിയ അഹങ്കാരം എന്തായാലും ഉണ്ടാവും. എത്ര അഹങ്കാരം ഇല്ല എന്ന് പറഞ്ഞാൽ, ചില ആൾക്കാർ എനിക്ക് അഹങ്കാരം ഇല്ല എന്ന് പറഞ്ഞാണ്ട് അഹങ്കരിക്കും. അങ്ങനെയെങ്കിലും അഹങ്കാരമുള്ള ആളുകളായിരിക്കും നമ്മളൊക്കെ. ആ അഹങ്കാരം ഇല്ലാതാവണമെങ്കിൽ സലാം പറഞ്ഞാൽ മതി. ശുഅബുൽ ഈമാനിൽ മഹാനായ ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൽ ബാദിഉ ബിസ്സലാമി ബരീഉൻ മിനൽ കിബ്ർ. കണ്ടുമുട്ടുന്ന സലാം കൊണ്ട് തുടങ്ങുന്ന ആൾ, ആ ആള് കിബിർ ഒഴിഞ്ഞവനായിരിക്കും. കിബിർ ഉണ്ടാവില്ല. മറ്റൊരു നേട്ടം, നമ്മൾ വീട്ടിലേക്കൊക്കെ പോണത് കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പം കരി പോകുമ്പോ അതിനൊക്കെ നേരെ ഉൾട്ടായിരിക്കും. ഹബീബായ തങ്ങൾ പറയാണ്, വീട്ടിൽ നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ഒന്ന് പുഞ്ചിരിച്ചിട്ട് സലാം പറഞ്ഞാൽ മതി. ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം. നിങ്ങൾ വീട്ടുകാരിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും സലാം പറഞ്ഞുകൊണ്ട് കയറണം. കാരണം വീടുകളിൽ റഹ്മത്തിന്റെ മലായിക്കത്തുകളും നല്ല അർവാഹുകളും ഒക്കെ ഉണ്ടാകും. അത് കരുതി കരീക്കുമ്പോ പേടിച്ചു പോകുന്നു വേണ്ട. അവര് നമ്മളൊന്നും കാട്ടില്ല. അതൊക്കെ തവഹുമുകളാണ്. ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാനുള്ളത് തവഹുമുകളാണ്. ഒന്നും പേടിക്കുന്നു. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് സലാം പറഞ്ഞ് പുഞ്ചിരിച്ചു കയറിയാൽ നിന്റെ വീട്ടുകാർക്കിടയിലും നിനക്കിടയിലും ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാൻ അതൊരു കാരണമാണ്. സലാം ഇങ്ങനെ പറയുന്നതിന്റെ